അപ്പൊ എല്ലാരും മദേഴ്സ് ഡേ ഒക്കെ ആഘോഷിച്ച് നല്ല സന്തോഷത്തിൽ ഇരിക്കുകയാണല്ലേ. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന വെച്ചാൽ ഞാൻ അമ്മയായ ഒരു കഥയാണ്. അങ്ങനെ അമ്മയായതല്ല, ഇപ്പൊ അമ്മയാവാൻ പ്രസവിക്കണമെന്ന് തന്നെ ഇല്ലല്ലോ, നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ചേച്ചി എന്ന് പറയുന്ന ഒരു അമ്മയാണ്, ഒരു അമ്മൂമ്മ എന്ന് പറയുന്ന ഒരു അമ്മയാണ്. എല്ലാം ഒരു അമ്മ എന്നുള്ളൊരു വാക്കിന് ഇതുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഞാൻ അമ്മയായ കഥയാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളിൽ ഒരനുഭവം തന്നെയാണ് ഈ ഒരു അനുഭവം എന്ന് പറയുന്നത്. കാരണം ഞാൻ ഒരുപാട് വിഷമിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു അനുഭവമാണ്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും ഞാൻ മാത്രം മതിയെന്നായിരുന്നു. ഞാൻ ജനിച്ചൊരു 11 വർഷം വരെ ഞാൻ മാത്രം മതിയെന്നായിരുന്നു. പിന്നെ എല്ലാ സ്കൂളിൽ പോകുമ്പോഴൊക്കെ സ്കൂളിൽ പോകുമ്പം എടി എൻ്റെ അനിയത്തി ഇത് ഭയങ്കര കുറുമ്പായിരുന്നു, എൻ്റെ അനിയൻ ഭയങ്കര കുറുമ്പായിരുന്നു, അനിയനെ കൂടെ ഞാൻ കളിക്കാം, അനിയൻ്റെ കൂടെ ഞാൻ അവിടെ പോയി ഇവിടെ പോകും എന്നൊക്കെ പറയുന്ന ഫ്രണ്ട്സ് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുമല്ല, നമ്മളെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പാരൻസ് മീറ്റിംഗ് വരുന്ന സമയത്ത് ഫ്രണ്ട്സിൻ്റെയൊക്കെ അച്ഛനും അമ്മയും അവർ അനിയത്തിക്ക് കൊണ്ടുവരുമ്പോൾ ഇവർ ഭയങ്കര ആളാവും ക്ലാസ്സിൽ. ഇവിടെ എൻ്റെ അനിയത്തി കൊണ്ടോ, ചെറിയ അനിയത്തി വരണമെങ്കിൽ എൻ്റെ അനിയത്തി കണ്ടോ അനിയന്മാരെ നോക്കാൻ നടക്കുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളൊരു വിഷമം ഒരു 11 വയസ്സൊക്കെ തൊട്ട് തോന്നി തുടങ്ങി. അപ്പോഴത്തേക്കും ഞാൻ ഉമ്മടുത്ത് ഒന്ന് പറഞ്ഞു, ഉമ്മ എൻ്റെ ക്ലാസ്സിൽ എല്ലാവർക്കും അനിയനും അനിയത്തിമാരെ കൊണ്ട് എനിക്ക് മാത്രം ആരും ഇല്ലാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉമ്മയെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ലാസ്റ്റ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉമ്മ ഗർഭിണിയായി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ ഒരു 3 ആഴ്ച ഞാനാണെങ്കിൽ കൊച്ചിൻ്റെ അനക്കം നോക്കുന്നു. അനക്കമൊന്നുമില്ല, കൊച്ച് വയറ് വീർത്ത് വരുന്ന നോക്കുന്നു, കൊച്ചിൻ്റെ പേര് തീരുമാനിക്കാൻ പോകും, കൊച്ചിന് അത് വാങ്ങിക്കുന്നു ഇത് വാങ്ങിക്കുന്നു. അങ്ങനെ നടന്ന് ലാസ്റ്റ് ആയ സമയത്ത് ഒരു ദിവസം സ്കാനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. സ്കാനിങ്ങിന് വേണ്ടി പോയ സമയത്ത് ഇങ്ങനെ അവിടെ എന്നെ റൂമിൽ കയറ്റില്ല. കാരണം ഡോക്ടർ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ച് എന്നെ റൂമിൽ കയറ്റുന്നില്ല. അപ്പം ഞാനും ബാപ്പും കൂടെ വെളിയിൽ നിൽക്കുവാണ്. അപ്പോൾ കുഞ്ഞിൻ്റെ സ്കാനിങ്ങിൻ്റെ ഫോട്ടോ ഒക്കെ ആയിട്ട് വരുന്ന ഉമ്മയെ, സന്തോഷത്തോടെ വരുന്ന ഉമ്മയെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റിയത് വാപ്പ വിഷമിച്ച് ഇറങ്ങി വരുന്നു. ആദ്യം ഉമ്മ കരഞ്ഞ് കലങ്ങി കണ്ണുകളോടെ ഇറങ്ങി വരികയാണ്. അപ്പോൾ എന്തോ ഞാൻ ആദ്യം സന്തോഷ കണ്ണീരായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്തോ ഉമ്മ ചോദിക്കുമ്പോഴാണ് കുഞ്ഞിന് എന്തോ പ്രശ്നമുണ്ട്, വയറ്റിലെന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് അബോർഷൻ ചെയ്യണം ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിനും അമ്മയ്ക്കും അതൊരു പ്രശ്നമാണെന്ന് ഞാൻ അറിയുന്നത്. എൻ്റെ പൊന്നോ, ഞാൻ അന്ന് കരഞ്ഞോ ചിരിച്ചോ എന്നൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല. കാരണം അന്ന് അത്രയ്ക്ക് എനിക്ക് സങ്കടമായിരുന്നു. ഞാൻ സ്കൂളിൽ ഞാൻ പറയും എൻ്റെ ഉമ്മ ഗർഭിണി, എനിക്കൊണ്ട് അനിയത്തിയൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്ന സമയത്ത് സ്കൂളിൽ ഞാൻ ആരെടുത്തും കുറച്ച് ദിവസത്തേക്ക് ഞാൻ ആരെടുത്തും മിണ്ടാതെ വരും. ആ ഒരു രീതിയിൽ എനിക്ക് വിഷമമായി. പിന്നെ അതിൽ നിന്നൊക്കെ പതിയെ മാറി വന്ന സമയത്താണ് വീണ്ടും ഉമ്മ പ്രഗ്നൻ്റ് ആകുന്നത്. സോ ആ ഒരു ടൈമിൽ എനിക്ക് വലിയ ഹോപ്പില്ലായിരുന്നു. ആദ്യ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയി എന്ന് ഉമ്മ വന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അമ്മ ഞാൻ തുള്ളിച്ചാടി വീട് തല തിരിച്ച് വെച്ച്. എന്നാൽ ഈ സമയത്ത് എന്നൊരു റിയാക്ഷനായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് വലിയ ഹോപ്പില്ല. കാരണം ഞാൻ അങ്ങനെ ഹോപ്പ് കൊടുക്കുന്നില്ലായിരുന്നു ആ ഒരു സംഭവത്തിന് ശേഷം. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഒരു 2-3 മാസമൊക്കെ കഴിഞ്ഞ സമയത്ത് മറ്റേ കുറിച്ച് 2 മാസം വരെയൊക്കെ ജീവിച്ചിരുന്നുണ്ടായിരുന്നു. അപ്പം 3 മാസമായപ്പോൾ എനിക്ക് കുറച്ച് ഹോപ്പ് വന്നിട്ടുണ്ട്. ഇങ്ങനെ 4, 5, 6 മാസം ഈ കുഞ്ഞിനെ അനക്കമൊക്കെ ഇങ്ങനെ നമ്മൾ വയറ്റിലിങ്ങനെ ചവിട്ടുമെന്നൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മോ എനിക്ക് സന്തോഷം. കുഞ്ഞ് ഓരോ ചവിട്ടിലും ഞാൻ വീട് തിരിച്ച് വയ്ക്കുമായിരുന്നു. പിന്നെയാണ് ഞാൻ വീടെന്ന് പറയുമ്പോൾ ഞാൻ ആ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനടുത്ത് തന്നെ സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തുടങ്ങി. ഞാൻ ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ ആ കുട്ടി ചവിട്ടും, പിന്നെ വേറെ ആരും കൈ വയ്ക്കുമ്പോൾ അവൾ ചവിട്ടത്തില്ല. അങ്ങനെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ആ ഒരു 9 മാസവും ഉമ്മായും ബാപ്പായും വീട്ടുകാരെയും കാട്ടി ഹാപ്പി ഞാനായിരുന്നു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ 9-ാം മാസമൊക്കെ പ്രസവമൊക്കെ അടുത്ത് വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോവാണ്. അങ്ങനെ പ്രസവം അടുത്ത് വരുന്ന സമയം, അതായത് സെപ്റ്റംബർ 12 എനിക്ക് സ്കൂളൊക്കെ ഉണ്ട്. അന്നൊരു പരീക്ഷ ടൈമായിരുന്നു. അപ്പം പരീക്ഷയൊക്കെ കഴിഞ്ഞു നേരെ ഹോസ്പിറ്റലിൽ വരുന്ന കോസ്മോയിലായിരുന്നു സംഭവം. അപ്പം എൻ്റെ സ്കൂൾ സെൻറ് തോമസ് ആണ്. നേരെ സെൻറ് തോമസിൽ നിന്ന് വാപ്പ വരുന്നു, കോസ്മോയിലേക്ക് വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ആ ഒരു പരീക്ഷ സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എപ്പോഴും അവിടെ പോകുന്ന സമയത്ത് ഞാൻ പ്രസവിച്ചു ഇല്ല പ്രസവിച്ചൊന്നുമില്ല ആ ഒരു രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മൾ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ചെയ്യും. അങ്ങനെ ഒരു ദിവസം കിടന്നത്. എനിക്കാണെങ്കിൽ അതിന് മുമ്പ് ഉമ്മ ചിലപ്പോൾ ഇന്ന് പ്രസവിക്കാൻ സാധ്യത ഉണ്ടെന്ന് സെപ്റ്റംബർ 12-ാം തീയതി ഡോക്ടർ പറയുന്നുണ്ട്. അപ്പം ഉമ്മ വാർഡിലേക്ക് കയറ്റുന്നതിന് മുമ്പ് വാർഡിലേക്കല്ല, അവിടെ പ്രസവിക്കുന്ന സ്ഥലത്തേക്ക് കയറ്റുന്നതിന് മുമ്പ് ഉമ്മ നമ്മളെ വന്ന് കാണുന്നു, ഞാനും കുറേ സംസാരിക്കുന്നു. പിന്നെ ഞാനങ്ങ് ഇമോഷണലായി. എനിക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ പിന്നെ ചൂടുമാണ്. അങ്ങനെയൊക്കെയോ കിടന്ന് ഒരു 4-5 മണിയൊക്കെ ആവുന്ന സമയത്ത് കോള് വരുന്നു. അവിടുത്തെ ഫോണിൽ കോള് വരുന്നു. ആ ശമല പ്രസവിച്ച് പെൺകുഞ്ഞാണ്. എൻ്റെ അമ്മോ, എല്ലാവരും ഓടിപ്പോണതിന് മുമ്പ് എല്ലാവരും മറ്റേ ഉമ്മ കൊണ്ട് സാധനങ്ങളൊക്കെ എടുക്കുന്ന തിരക്കിൽ ഞാൻ ആദ്യമേ ഓടി അവിടെ ചെല്ലുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് കൊച്ചിനെ കാണുന്നു, പേരൊക്കെ എല്ലാം ഇതാക്കി അവിടെ കൊടുക്കുന്നു, എല്ലാം സെറ്റാക്കുന്നു.
റൂമിൽ വരുന്ന സമയത്ത് ഞാൻ അവിടെ കിടന്ന് തുള്ളുമായിരുന്നു. വാപ്പു ഞാൻ എടുക്കും എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വാപ്പയാണ് ആദ്യം എടുക്കാൻ വെച്ചിരുന്നത്. പക്ഷെ ഞാനാണ് ആദ്യമായിട്ട് കൊച്ചിനൊക്കെ എടുക്കുന്നത്. അന്നാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇത്ര കുഞ്ഞ്. ഞാൻ വിചാരിച്ച് പ്രസവിച്ച് കഴിഞ്ഞ സമയത്തൊക്കെ നമ്മളവിടെ ഫുട്ബോൾ കളിക്കാനുള്ള പ്രായമൊക്കെ ആവുമെന്ന്. ഈ കൊച്ചു പിള്ളേർ ഇത്തമാരോടെ കളിക്കണുണ്ടല്ലോ, ആ ഒരു പ്രായമൊക്കെ ആവുമെന്നാണ് ഞാൻ വെച്ചത്. പക്ഷെ ഇത്ര കൊച്ചായിരുന്നു. അപ്പം ഞാനതും കണ്ടപ്പോൾ ഇത്രയേ ഉള്ള മിണ്ടായിരുത്തി എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ കൊച്ചിനെ എടുത്തപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചെറിയ കൊച്ചിനെ എടുക്കണത്. അങ്ങനെ എൻ്റെ കൈയൊക്കെ വിറയ്ക്കുമായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ വാപ്പാടെ കയ്യിലേക്ക് കൊടുത്ത്. പക്ഷേ ആ ഒരു ടൈമിലും എൻ്റെ പരീക്ഷ തീർന്നിട്ടില്ലായിരുന്നു. അപ്പം കുറച്ച് നാൾ ഹോസ്പിറ്റലിൽ നിർത്തുമല്ലോ. അപ്പോഴും പരീക്ഷ എനിക്ക് മാത്സ് പരീക്ഷയ്ക്ക് ആയിരുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. കാരണം ബുക്കൊന്നും എടുത്തിട്ടല്ല നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. മാത്സ് പരീക്ഷയ്ക്കൊക്കെ ഞാൻ ഫോണൊക്കെ നോക്കി എന്തൊക്കെയോ പഠിച്ചിട്ടൊക്കെ പോയി. കുറച്ച് മാർക്കൊക്കെ കിട്ടിയല്ലോ. എന്നാലും അതൊന്നും പ്രശ്നമല്ല. ആ ഒരു സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നും സ്കൂളിൽ നിന്ന് വന്ന് കുഞ്ഞ് എനിക്ക് ഏറ്റവും ആഗ്രഹിച്ചിരുന്ന സംഭവം എന്ന് വെച്ചാൽ ഈ കൊച്ചു പിള്ളേർ ജനിച്ച അപ്പോഴാണെങ്കിൽ പോലും ഒരു 8 മാസം ആവണവരെയൊക്കെ നമ്മൾ കുഞ്ഞ് വിരൽ അവരെ കയ്യിൽ വെച്ചിടുമ്പോൾ അവരിങ്ങനെ പിടിച്ച് മുറുകെ വെച്ചുകൊണ്ടിരിക്കുക. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ സ്വന്തം അനിയത്തിയുടെ അല്ലെങ്കിൽ അനിയൻ്റെ കയ്യിൽ എനിക്ക് ഇങ്ങനെ വിരൽ വെച്ചെടുത്ത് പിടിക്കണമെന്ന്. അങ്ങനെ അവൾ ഞാൻ എന്നും വന്ന് ഇങ്ങനെ വിരൽ വെച്ച് കൊടുക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ. അങ്ങനെ എൻ്റെ പരീക്ഷയൊക്കെ തീർന്ന് നമ്മൾ വീട്ടിലെത്തുന്ന സമയത്തൊക്കെ പരീക്ഷ തീർന്നു. പിന്നെ 1-2 പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എഴുതി ഒരു പരീക്ഷയൊക്കെ തീർന്ന ആ ഒരു വെക്കേഷൻ സംഭവത്തിലേക്ക്, ഓണപ്പരീക്ഷ ആ ഒരു വെക്കേഷൻ സംഭവത്തിലേക്ക് വന്നു. ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്തുവാന്ന് ഞാൻ അറിഞ്ഞു. ഭയങ്കര ദേഷ്യമായിരുന്നു. തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ഉമ്മക്ക് ദേഷ്യമായിരുന്നു. പക്ഷേ എനിക്ക് സംഭവം മനസ്സിലായതുകൊണ്ട് ഞാൻ പിന്നെ ഉമ്മാടത്ത് അങ്ങോട്ട് ദേഷ്യപ്പെടാൻ ഞാൻ പോയില്ല. പിന്നെയെന്ന് പറഞ്ഞ് അപ്പം ഉമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കാനായാലും വാപ്പു ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കൊച്ചിനെ എപ്പോഴെങ്കിലും എടുക്കാനായെങ്കിലും എനിക്ക് ആ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള പോലെയായിരുന്നു കൊച്ചിനെയൊക്കെ എടുക്കുന്നത്. സംഭവം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു സമയത്ത് എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ പോലും കൊച്ചിനെ എടുക്കണമെങ്കിൽ ഞാൻ എക്സ്പേർട്ടായിരുന്നു. അങ്ങനെ കൊച്ചിനെയൊക്കെ ഹെൽപ്പ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ ഒരു സെക്കൻഡ് മദറായി. അത് ഉമ്മക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അങ്ങനെ പതിയെ അവളിപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾക്കിപ്പോൾ ഏകദേശം 8 മാസമായി. ഞങ്ങൾ തമ്മിൽ 12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ശരിക്കും ഒരു അനിയത്തി എന്നതിലുപരി അവൾ എനിക്കൊരു മോളെ പോലെയാണ്. അവൾക്ക് ഞാൻ ചേച്ചിയാണോ അമ്മയാണോ എന്ന് തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ലെങ്കിൽ പോലും അവൾ കുറച്ചുകൂടെ വരുന്ന സമയത്ത് ഞാൻ എന്ന് പറയുന്ന അവൾക്കൊരു അമ്മയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഭയങ്കര ഇഷ്ടമാണ് അവളെ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ മദേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഐ ലവ് യു ഒക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി മദേഴ്സ് ഡേ.